Hello guys, welcome to my channel. This is me Shamlal, and if you're watching this for first time, please subscribe and like and share to your loved ones. Okay? ഞാൻ കണ്ടു മോളിവുഡ് ടൈംസ് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ്റെ മെൻറ്റൽ അഭിനവ് സുന്ദർ നായിക് സംവിധാനം ചെയ്ത മോളിവുഡ് ടൈംസ്. ഓക്കെ, സ്റ്റാറിംഗ് നസ്ലിൻ, അൽതാഫ് സലീം, റോഷൻ ഷനവാസ് ആൻഡ് ഷറഫുദ്ദീൻ ആൻഡ് മെനി മോർ. പിന്നെ ഇത് ഞാൻ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇതിൻ്റെ ജോണർ എന്താണ് ശരിക്കും? അവസാനം ഇത് പടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ജോണർ എന്ന് പറയുന്നത് ട്രൂത്താണ്, ദ ഡാർക്ക് റിയാലിറ്റി. സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ താല്പര്യമില്ലാത്ത ചില സത്യങ്ങൾ ഇതിലൂടെ വിളിച്ചു പറയുക എന്നാണ് ഇതിൻ്റെ ഡയറക്ടർ ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇത് കംപ്ലീറ്റ് ഒരു ജോണർ, ഇത് മൂവിയിൽ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മളെ കാണിക്കുന്നുണ്ടെങ്കിലും ഇത് എല്ലാ ഇൻഡസ്ട്രിയിലും, എല്ലാ ഓഫീസുകളിലും, എല്ലാ തൊഴിൽ മേഖലയിലും നടക്കുന്ന ഒരു കാര്യമാണിത്. അത് ഓഡിയൻസിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ രീതിയിലാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഫിലിം ഇൻഡസ്ട്രി ചൂസ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ട്രെയിലറിൽ കണ്ടതിൽ മാത്രമല്ലാത്ത വളരെ ഒരുപാട് സ്ഥലമുള്ള ക്യാരക്ടേഴ്സ് ഇതിനകത്തുണ്ട്. അതൊക്കെ വളരെ ഒരു ക്യാമിയോ എന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നതിനേക്കാൾ ഉപരി ഇത് നമ്മുടെ ഒരു ഇമേജ് ബ്രേക്കിംഗ് ക്യാരക്ടേഴ്സാണ് അവർ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ ഫുൾ ഒരു ഓപ്പൺ ഒരു രീതിയിലുള്ള ക്ലൈമാക്സ് ആണ്. ഒരു ക്ലോസർ നല്ലതായിട്ട് കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നു. ഒരു ഇടയ്ക്ക് ഒരു നല്ലൊരു ഹാപ്പി എൻഡിങ്ങിൽ വന്ന് വേണമെങ്കിൽ നിർത്തായിരുന്നു, പക്ഷേ അതിലും കുറച്ചുകൂടെ ഒരു എക്സ്റ്റെൻഡ് അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഏതൊരു ഫീൽഡിലും വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തൻ്റെ അല്ലെങ്കിൽ എൻ്റെ റിസൾട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് സിനിമ പറയാതെ ആൾക്കാർ സ്വന്തം ആയിട്ട് അവർ ഡിസൈഡ് ചെയ്ത് അവർ വർക്ക് ചെയ്ത് മുന്നോട്ട് അവരുടെ ഡെസ്റ്റിനി എന്താണെന്ന് കണ്ടെത്തണം എന്നാണ് ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ കംപ്ലീറ്റ് സിനിമാറ്റോഗ്രാഫി ആയിരിക്കട്ടെ, വിശ്വജിത്ത് എന്ന് പറയുന്ന ഒരാളാണ് ഇവിടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഓഫ്കോഴ്സ് ജേക്സ് വിജയുടെ മ്യൂസിക് ഉണ്ട്. പിന്നെ അദ്രി ജോയുടെ ഒരു സൂപ്പർ അടിപൊളി റാപ്പ് ഉണ്ട് ഇതിനകത്ത്. അതായത് സിനിമയുടെ കഥയോട് വളരെ സിമിലർ ആയിട്ടുള്ള എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്ന ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു റാപ്പാണ്. വളരെ കറക്റ്റ് ലിറിക്സ് ആണ്. ശ്രദ്ധ ചെയ്യേണ്ട, നിങ്ങൾക്ക് അതെല്ലാം പിടികിട്ടും. പിന്നെ എനിക്ക് വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ കഥയിലേക്ക് ഇൻവോൾവ് ആകാത്തവർക്ക് ഇതിൽ ചില സ്ഥലങ്ങളിലൊക്കെ വളരെ കുറച്ച് ലാഗൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ എന്നാലും അതൊന്നും കണക്കാക്കില്ല. അത് കാരണം ഇറ്റ്സ് അഭിനവ് സുന്ദർ നായക് ഫിലിംസ്. ഓക്കെ, എല്ലാവരുടെയും ഒരു ഇമേജ് ബ്രേക്കിംഗ് ക്യാരക്ടേഴ്സാണ്. ഇപ്പം എന്താ പറയുന്നത്, ഇതിലുള്ള എല്ലാം നസ്ലിൻ്റെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫേസ് ഉണ്ട്. ഒരു വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള ഇതിലങ്ങനെ ഒരു ഡാർക്ക് ക്യാരക്ടറാണ് എന്നുള്ളതില്ല. പക്ഷേ അത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു നസ്ലിൻ അല്ല ഇതിൽ എന്നുണ്ട്. അതുകൊണ്ട് ഒബ്വിയസ്ലി നമുക്കൊരു പുതുമ തോന്നും ഇതിനകത്ത് നസ്ലിൻ്റെ അഭിനയങ്ങളിലൊക്കെ. ഇനിയും ഇതുപോലുള്ള ക്യാരക്ടേഴ്സൊക്കെ വീണ്ടും വരട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ സ്ക്രിപ്റ്റ് ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രിപ്റ്റിങ് കാര്യങ്ങളൊക്കെ എപ്പോഴും പറഞ്ഞു പോകുന്നത് അഭിനവിൻ്റെ സിനിമയിലൊക്കെ എന്തെങ്കിലും ഒരു ആനിമേഷൻസ് കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ആനിമേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുക. പക്ഷേ അതൊക്കെ ഒരു ഫണ്ണാണ്. അത് പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വളരെ നല്ലതായിട്ട് സ്ക്രിപ്റ്റ് വൈസ് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിൻ്റെ കഥ ആരോടും പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റത്തില്ല. കാരണം അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് മാച്ച് ഔട്ട് ചെയ്യാൻ മീൻസ് ഇതെല്ലായിടത്തും നടക്കുന്ന ഒരു പൊളിറ്റിക്സ് ആണെന്ന് മാത്രം വേണമെങ്കിൽ ആൾക്കാരോട് പറയാം. പക്ഷെ അതല്ലാതെ കഥയായിട്ട് നമുക്ക് ആൾക്കാരോടൊന്നും പറയാനോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ ഇതിൽ പറ്റില്ല. പിന്നെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സൊക്കെ അടിപൊളിയാണ്. പിന്നെ റോഷൻ ഷനവാസ്, എനിക്ക് പുള്ളിയുടെ അഭിനയമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വളരെ നല്ലൊരു മൂവിയാണെന്ന് പറയുന്നത്. നല്ല കളർ പാലറ്റും ഒക്കെ, ഒരു പുതിയ എഡിറ്റിങ്ങും എല്ലാം സൂപ്പറാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആംഗിൾ, ചില ഷോട്ടുകളൊക്കെ കണ്ടാൽ ഇതെങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. അപ്പം എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിന്നെ ഇതുപോലുള്ള വെറൈറ്റി പടങ്ങൾ ഇനിയും വരട്ടെ. പിന്നെ പുള്ളി വേറൊരു മൈൻഡാണ് പുള്ളിക്ക്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ക്രിയേഷൻസൊക്കെ ഇങ്ങനെ ഉണ്ടാവട്ടെ മലയാള ഇൻഡസ്ട്രിയിൽ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.